ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഒരു സ്മാർട്ട് വാച്ച് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. ഇത് വന്നിട്ടുള്ളത് ആപ്പിൾ വാച്ച് സീരീസ് 6 കോപ്പിൻ ആണ് വന്നിട്ടുള്ളത്. HW22 എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് എഴുതി അറിയിക്കുക. വീഡിയോ മറ്റുള്ള കൂട്ടുകാർക്കും ഷെയർ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ബോക്സിൻ്റെ കവറൊക്കെ പീൽ ഓഫ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബോക്സിൽ ഡിസൈൻ കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് വരുന്നത്. ഇവിടെ വാച്ച് ഫീസും കാര്യങ്ങളൊക്കെ ഇവിടെ മുകളിൽ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വാച്ചിൻ്റെ മോഡൽ നമ്പറാണ് ഈ കാണുന്നത്. HW22 എന്ന് പറഞ്ഞൊരു മോഡലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് വാച്ചിനെ ഫോണായിട്ട് കണക്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ. പിന്നെ ബോക്സിൽ വേറെ വന്നിട്ടുള്ളത് ഇവിടെ സീരീസ് 6 കോപ്പി കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്പേസ് അലുമിനിയം കേസാണ് വന്നിട്ടുള്ളത്. 44 mm ആണ് ഇതിൻ്റെ മെഗാസ് സൈസ് വന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ ബോക്സിൽ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ കളറാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ബ്ലൂ കളറാണ് വന്നിട്ടുള്ളത്, ഞാൻ ബ്ലാക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പോൾ പിന്നെ ബാക്ക് സൈഡിലോട്ട് നോക്കുന്ന സമയത്ത് വാച്ചിൻ്റെ എല്ലാ ഫ്യൂച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബോക്സിൻ്റെ വെയിറ്റ് കാര്യങ്ങൾ, അതിൻ്റെ സൈസ്, അതുപോലെ തന്നെ ബ്ലൂടൂത്തിൻ്റെ വെർഷൻ 5.2 ആണ് വന്നിട്ടുള്ളത്. പിന്നെ എൻ്റെ ചിപ്സെറ്റ് ഡിസ്പ്ലേ 1.75 ഇഞ്ചാണ് വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ബ്ലൂടൂത്ത് സപ്പോർട്ട് ചെയ്യുന്നത് Android 5 മുതലാണ്. പിന്നെ അതുപോലെ iOS 10 മുതലാണ് ഇത് വാച്ച് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ബാറ്ററിൻ്റെ കപ്പാസിറ്റി 200 mAh വരുന്നുണ്ട്. വാട്ടർ പ്രൂഫാണ്, IP67 ആണ്. നോർമലി വരുന്നത് IP68 ആണ് വന്നിട്ടുള്ളത്, പക്ഷേ ഇത് 67 വന്നിട്ടുള്ളത്. പിന്നെ ആപ്ലിക്കേഷൻ വെയർഫിറ്റ് പ്രോ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ, പിന്നെ മെയ്ഡ് ഇൻ ചൈന എന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ഡിവൈസ് ഒന്ന് പുറത്തെടുത്ത് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം എങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളതൊക്കെ. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ട് ഓപ്പൺ ചെയ്ത ഫസ്റ്റ് തന്നെ നമുക്ക് കാണുന്നത് ഈ ഒരു ഡിസൈനിലാണ്. ഇവിടെ വാച്ചിൻ്റെ ഡിസൈനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ സ്മാർട്ട് വാച്ചാണ്. പിന്നെ ഇവിടെ സ്മാർട്ട് വാച്ച് 6 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്നുണ്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഈ കവറിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ജസ്റ്റ് ഫസ്റ്റ് ഇതിനോടെ കാണുന്നത് നമ്മളെ വാച്ചുണ്ട്. പിന്നെ ഒരു കാറ്റലോഗ് കാണുന്നുണ്ട്. ഫോൺ എങ്ങനെ കണക്ട് ചെയ്യുക സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിലുണ്ട്, ചൈനീസിലുണ്ട്. പിന്നെ ഫസ്റ്റ് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നത് നമുക്കൊരു ചാർജറാണ്. ഇതൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ചാർജറാണ് കേട്ടോ. ഒരു ബോക്സാണ്, ഇതിലോട്ട് ഇറക്കി വെച്ചിട്ടാണ് ഇടയിൽ പിന്നുണ്ടല്ലേ, കറക്റ്റ് ആ പിന്ന് നോക്കി ഇറക്കി വെച്ചിട്ടാണ് ഇത് പ്ലഗ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ രീതിയിലുള്ളൊരു ചാർജിങ് മെത്തേഡാണ് ഇതിന് വന്നിട്ടുള്ളത്. പിന്നെ വേറെ ബോക്സിൽ ഇതാണ് നമ്മൾ വാച്ച് വന്നിട്ട്. വേറെ ബോക്സിൽ അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, ഈ 2 സാധനം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ കവറൊക്കെ ഒന്ന് മാറ്റിയിട്ട്, സാധാരണ എല്ലാ വാച്ചിൻ്റെ എന്താ പറയുക, നമ്മൾ സ്ട്രാപ്പ് സെപ്പറേറ്റ് ആണ് വരുന്നത്. ഇത് ഇതിൽ തന്നെ ഇൻബിൽട്ട് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും, അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കണ്ടില്ലേ, ഇതൊരു ബ്ലൂ കളറാണ്. സാധാരണ നോർമലി വരുന്ന സ്മാർട്ട് വാച്ചൊക്കെ അതിന് മുമ്പ് ചെയ്തിരുന്നൊക്കെ നമ്മുടെ ഫ്രെയിം വന്നിട്ട് ബ്ലാക്ക് കളറാണ് വരാറ്, മെറ്റാലിക് മാറ്റ് കളറായി കണ്ടാണ് വരാറ്. പക്ഷേ ഇതിന് നമ്മൾ സ്ട്രാപ്പിൻ്റെ അതേ കളറിനെയാണ് വാച്ചിലും വന്നിട്ടുള്ളത്. കണ്ടില്ലേ, ആ ഒരു രീതിയിൽ. ഇതിൽ ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട് കേട്ടോ. റെഡ് ഉണ്ട്, അതേപോലെ പിങ്ക്, അങ്ങനെ വൈറ്റ്, അങ്ങനെ ഒരുപാട് കളേഴ്സ് വേറെ തന്നെ ഉണ്ട്, അവൈലബിൾ ആണ്. പക്ഷേ ഞാൻ ബ്ലാക്ക് നോക്കിയിട്ട് കിട്ടിയില്ല, അപ്പോൾ അതാണ് ഈ ബ്ലൂ എടുത്തിട്ട് പോകുന്നത്. ഇത് ലേഡീസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അങ്ങനത്തെ നല്ല ഒരുപാട് കളേഴ്സും കാര്യങ്ങളൊക്കെ ഈ വാച്ചിലുണ്ട്. പിന്നെ ഇതിന് ഡിസൈൻ്റെ ഭാഗം നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ബാക്ക് സൈഡിൽ വന്നിട്ടുള്ളത് സെറാമിക്കാണ് വന്നിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ ചാർജിങ് പോയിൻറ്റ്. പിന്നെ ഇതിൻ്റെ സെൻസേഴ്സ്, ഹാർട്ട് ബീറ്റിൻ്റെ സെൻസറും കാര്യങ്ങളും ഇതൊക്കെയാണ് വന്നിട്ടുള്ളത്. ഇനി ഈ സൈഡിലോട്ട് നോക്കുന്ന സമയത്താണ് ഇവിടെ ഇതിൻ്റെ പവർ ബട്ടനാണ്. അതുപോലെ സ്ക്രോളിങ്ങും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ക്രൗണും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് രണ്ടും ഒന്ന് തന്നെയാണ്. പിന്നെ ഇവിടെ കാണുന്നതൊരു മെയിൻ മൈക്രോഫോണാണ്. പിന്നെ ഇതൊരു ഡെമോ ആണ്. സാധാരണ സീരീസ് 6ൻ്റെ ഇവിടെ ഒരു ലോക്ക് അൺലോക്ക് ബട്ടൺ വരുന്നു, പവർ ബട്ടണായിട്ട് സെപ്പറേറ്റ് വേറെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡെമോ പോലെ ഇവിടെ വെച്ചിട്ടുള്ളൂ. ഇത് വർക്കിംഗ് ഇല്ലാത്ത സ്വിച്ച് മാത്രമാണ്. പിന്നെ ഈ ഒരു സൈഡിലോട്ട് വരുന്ന സമയത്താണ് ഇവിടെ ഇതിൻ്റെ സ്പീക്കർ ഗ്രില്ലും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നോർമലി സൈഡിലാകുന്നത് നല്ല ലൗഡി ആയിട്ടുള്ള എന്താ പറയുക, പാട്ട് കേൾക്കുമ്പോഴും കോഡ് സംസാരിക്കുമ്പോൾ നല്ല ലൗഡായിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. നല്ലൊരു ക്വാളിറ്റി ഉള്ള സ്ട്രാപ്പും കാര്യങ്ങളൊക്കെ തന്നെയായിട്ട് കൊടുത്തിട്ടുള്ളത്. ലോക്കലൊന്നല്ല, അത്യാവശ്യം നല്ലൊരു തിക്നെസ്സും കാര്യം ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു സ്ട്രാപ്പ് തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് വാച്ച് ഒന്ന് ബൂട്ട് ചെയ്തെടുത്തിട്ട് വാച്ചിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ
വാച്ച് ഒന്ന് ബൂട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇതിങ്ങനെ ബൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു മ്യൂസിക് കൂടിയിട്ടാണ് വാച്ച് ഓപ്പൺ ആകുന്നത്. ജസ്റ്റ് ഈ ബട്ടൺ നെക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിൻ്റെ മെയിൻ മെനൂസും കാര്യങ്ങളൊക്കെ ആപ്പിൾ വാച്ചിൽ വരുന്ന പോലെ തന്നെ ഒക്കെ വരും. നല്ല സ്മൂത്താട്ടോ, ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ആയാലും നല്ല സ്മൂത്താണ്. എല്ലാ ഫോണിലുള്ള അതേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതിൽ അഡീഷണൽ ആയിട്ടൊന്നുമില്ല. പിന്നെ നമുക്ക് ഇതിൻ്റെ വാച്ച് ഫേസ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കുന്ന സമയത്ത് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇത് കണ്ടേ, ക്രൗണ് തിരിച്ചിട്ട് തന്നെ നമുക്ക് വാച്ച് ഫേസ് കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റും. ഇതിൽ വാച്ച് ഫേസ് അങ്ങനെ കുറച്ച് മാത്രമേ ഉള്ളൂ, ഒരു 5-6 മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇവിടെ നമ്മളെ ഫോണിലുള്ള ഫോട്ടോസോ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് ഈ കിടക്കുന്ന ഭാഗം. ഓക്കെ, അപ്പോൾ എന്താ പറയുക, നല്ലൊരു അടിപൊളി ഒരു ലേഡീസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഒരു നല്ല വൃത്തി ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ളൊരു സ്മാർട്ട് വാച്ചാണ്. മോഡൽ നമ്പർ വന്നിട്ടുള്ള HW22 എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ പിന്നെ ഇത് കണക്ട് ചെയ്യാനുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലായിട്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടല്ല, അതിന് മുമ്പ് ചെയ്ത വാച്ചിലൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതി തന്നെയാണ് ഇതിനും ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ അത് ഇതിൽ കാണിക്കുന്നില്ല. ഓക്കെ, ഇതിൻ്റെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് റൈറ്റ് സൈഡിലൂടെ നിൽക്കുമ്പോൾ ഇതിൻ്റെ എന്താ നമ്മൾ ഹാർട്ട് ബീറ്റിൻ്റെ കാര്യങ്ങളിതൊക്കെ കണ്ടാ, ഈ കാര്യങ്ങളൊക്കെ ഇവിടെ റൈറ്റ് സൈഡിലാണ്. ഒരുപാട് മോഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മുകളിൽ നിന്ന് താഴോട്ട് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഇവിടുത്തെ നമ്മളെന്താ പറയുക, എല്ലാ ഷോർട്ട് കട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അതുപോലെ മെസ്സേജ് കാര്യങ്ങളൊക്കെ വരുന്നത് താഴ്ന്ന് മുകളിലോട്ട് സ്വൈപ്പ് ചെയ്യുന്ന സമയത്താണ്. അതുപോലെ തന്നെ ഇടതുഭാഗത്താണ് കണ്ടാൽ നമുക്ക് ഡേറ്റ്, സമയം, നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ ചെറിയൊരു സ്ക്രീനിലായിട്ട് നമ്മൾ മൊബൈൽ ഫോണിൽ കാണുന്ന രീതിയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിന് വേറെ 2-3 വാച്ചിൻ്റെ മോഡൽ കാര്യങ്ങൾ FK78, അതുപോലെ തന്നെ HW26 അതുപോലെയുള്ള വാച്ചിൻ്റെ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഞാനിവിടെ ഐകാർഡിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് കയറി നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഡിഫറൻസ് കാര്യങ്ങളൊക്കെ എന്തൊക്കെയുണ്ട് എന്നുള്ളത്. ഓക്കെ, ആണ് ഇവിടെയാണ് നമ്മൾ ചാർജിങ് പോയിൻ്റ് വന്നിട്ടുള്ളത്. അത് ഈ ഒരു സംഭവം ഇതിൽ വെച്ചിട്ട് ജസ്റ്റ് ഈ ഒരു രീതിയിലുണ്ട് വെച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും. അപ്പോൾ ഈ രീതിയിലാണ് ഇത് ചാർജ് ചെയ്തെടുക്കുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് എഴുതി അറിയിക്കുക, വീഡിയോ മറ്റുള്ള കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. മുണ്ടക്കാട് സൈനിങ് ഓഫ്.